ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം ഇന്ന് ബോംബോ മിസൈലോ അല്ല, മൈക്രോ ചിപ്പുകളാണ്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയും സൈനിക ശക്തിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മുതൽ മൊബൈൽ ഫോണുകൾ വരെയുള്ള ഭാവിയും ഇന്ന് നിയന്ത്രിക്കുന്നത് ഈ ചെറിയ ചിപ്പുകളാണ്. അതിനാലാണ് സെമി കണ്ടക്ടർ മേഖലയെ ഇന്നത്തെ ന്യൂ ഓയിൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ആ മേഖലയിൽ ഇന്ത്യ ഒരു ചരിത്രപരമായ മുന്നേറ്റത്തിൻ്റെ വക്കിലാണ്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ചിപ്പ് മേക്കിംഗ് ടെക്നോളജി കൈവശം വെച്ചിരിക്കുന്ന ഡച്ച് കമ്പനി ASML ടാറ്റ ഇലക്ട്രോണിക്സിനോടൊപ്പം ചേർന്ന് ഗുജറാത്തിലെ ധൊളേരിയിൽ ഇന്ത്യയുടെ ആദ്യത്തെ വലിയ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റിന് സാങ്കേതിക പിന്തുണ നൽകാൻ ഒരുങ്ങുകയാണ്. 2026 മെയ് 16 നരേന്ദ്രമോദിയുടെ നെതർലാൻഡ് സന്ദർശനത്തിനിടെയാണ് ഈ നിർണായകമായ കരാർ ഒപ്പുവെച്ചത്. ഇതൊരു സാധാരണ ഇൻഡസ്ട്രിയൽ ഡീലല്ല. പതിറ്റാണ്ടുകളായി അമേരിക്ക, തായ്വാൻ, നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഒരു മേഖലയിലേക്ക് ഇന്ത്യയുടെ പ്രവേശന പ്രഖ്യാപനമാണ്. എന്നാൽ എന്താണ് ഈ ലിത്തോഗ്രാഫി ടെക്നോളജി? എന്തുകൊണ്ടാണ് ASML ലോകത്തിന് ഇത്ര നിർണായകമായ കമ്പനിയായത്? ഒരു മണൽത്തരിയിൽ നിന്ന് എങ്ങനെയാണ് കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ അടങ്ങിയ മൈക്രോചിപ്പ് ഉണ്ടാക്കുന്നത്? അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ഈ മേഖല എങ്ങനെ മാറ്റിമറിക്കും? നമ്മൾ ഇന്ന് അതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എന്നാൽ തുടങ്ങിയാലോ? പ്രിയമുള്ളവരെ, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. ഇത് ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്കാദ്യം ഇലക്ട്രോണിക്സിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ ചെറുതായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വൈദ്യുത പ്രവാഹം എന്നാൽ അടിസ്ഥാനപരമായി ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. ഈ പ്രവാഹത്തെ ആവശ്യത്തിന് കൂട്ടിയും കുറച്ചും തടഞ്ഞു നിർത്തിയും ഓണാക്കിയും ഓഫാക്കിയും വഴിതിരിച്ചു വിട്ടും നിയന്ത്രിക്കുന്ന പരിപാടിയാണ് ഈ ഇലക്ട്രോണിക്സ്. നമ്മുടെ വീടുകളിൽ മുകളിലെ വാട്ടർ ടാങ്കിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം അടുക്കളയിലേക്കും കുളിമുറിയിലേക്കും തോട്ടത്തിലേക്കുമൊക്കെ വിവിധ പൈപ്പുകളിലൂടെ എത്തിക്കുന്നത് പോലെ തന്നെയാണിത്. അവിടെ വെള്ളമാണ് ഒഴുകുന്നത്, ഇവിടെ ഇലക്ട്രോണുകൾ. അത്രയുള്ളൂ വ്യത്യാസം. അവിടെ ടാപ്പുകളും വാൽവുകളും ഷവറുകളും ഉപയോഗിച്ചാണ് ഫ്ലോ നിയന്ത്രിക്കുന്നത്. ഇവിടെ ട്രാൻസിസ്റ്ററുകളും ഡയോഡുകളും കപ്പാസിറ്ററുകളും റെസിസ്റ്ററുകളുമാണ് ആ ജോലി ചെയ്യുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഈ സർക്യൂട്ടുകളുടെ സങ്കീർണതയും കൂടും. ഉദാഹരണത്തിന് 50 വർഷം മുമ്പുള്ള കോഴിക്കോട് നഗരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുറച്ച് റോഡുകൾ, കുറച്ച് വാഹനങ്ങൾ, കുറച്ച് കെട്ടിടങ്ങൾ. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ജനസംഖ്യ കൂടി, ആവശ്യങ്ങൾ കൂടി, വാഹനങ്ങൾ കൂടി. അപ്പോൾ കൂടുതൽ റോഡുകൾ വന്നു, കൂടുതൽ കെട്ടിടങ്ങൾ വന്നു. താഴെ സ്ഥലമില്ലാതായപ്പോൾ നഗരം മുകളിലേക്ക് വളർന്നു. സാങ്കേതിക വിദ്യയിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. ഒരു സാധാരണ കാൽക്കുലേറ്റർ പ്രവർത്തിക്കുമ്പോൾ അതിലെ ഇലക്ട്രോണിക് സ്വിച്ചസ് 100 കണക്കിന് തവണ ഓണും ഓഫും ആകും. ഒരു TV ആകുമ്പോൾ അത് ആയിരങ്ങളാകും. ഒരു കമ്പ്യൂട്ടർ ആകുമ്പോൾ ലക്ഷങ്ങളും കോടികളുമാകും. അതായത് പ്രോസസ്സിംഗ് പവർ കൂടുന്തോറും അതിനുള്ളിലെ ഇലക്ട്രോണിക് കമ്പോണൻസുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രശ്നം വന്നു. ഇത്രയും ട്രാൻസിസ്റ്ററുകളും സർക്യൂട്ടുകളും എവിടെ ഫിറ്റ് ചെയ്യും? ആ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് മൈക്രോ ചിപ്പുകളുടെ ജനനം. ലളിതമായി പറഞ്ഞാൽ, ഒരു വലിയ സർക്യൂട്ട് ബോർഡിനെ ചെറുതാക്കി നമ്മുടെ വിരൽത്തുമ്പിൻ്റെ വലിപ്പത്തിലാക്കിയ ഒരു അത്ഭുത സാധനമാണ് ഈ മൈക്രോ ചിപ്പ്. നമ്മൾ ധാരാളം നാനോ ആർട്ടുകൾ കണ്ടിട്ടുണ്ടാകും. ഒരു വലിയ കാറിനെ അതിൻ്റെ സീറ്റും സ്റ്റിയറിങ്ങും എഞ്ചിനും വരെ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് തീരെ ചെറുതാക്കി മാറ്റുന്ന കല. അല്ലെങ്കിൽ വിരൽത്തുമ്പിൽ ഒതുങ്ങുന്ന വലിപ്പത്തിൽ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞ ആ കുഞ്ഞൻ ഭഗവത്ഗീത. അതുമല്ലെങ്കിൽ വമ്പൻ വൃക്ഷങ്ങളെ അതിൻ്റെ എല്ലാ ഗുണങ്ങളോടും രൂപഭംഗിയോടെയും ഒരു ചെറിയ മുറിക്കുള്ളിൽ വളർത്തിയെടുക്കുന്ന ബോൺസായി സാങ്കേതിക വിദ്യ. ഇതിന് സമാനമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഘടകങ്ങളുള്ള കമ്പോണൻസ് ഉള്ള ഒരു വമ്പൻ സർക്യൂട്ടിനെ ഒരൊറ്റ ചിപ്പിനുള്ളിലേക്ക് ഒതുക്കി നിർത്തുന്ന വിദ്യയാണ് ഫോട്ടോ ലിത്തോഗ്രാഫി. വേണമെങ്കിൽ നമുക്കിതിനെ സാങ്കേതിക വിദ്യയിലെ ബോൺസായി എന്ന് വിളിക്കാം. ബോൺസായി മരങ്ങൾ ഉണ്ടാക്കാൻ കത്രികയും കയറുമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടെക്നോളജിയിലെ ഈ ബോൺസായി നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത് പ്രകാശകിരണങ്ങളെയാണ്, ലൈറ്റ് റേസിനെയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോട്ടോ ലിത്തോഗ്രാഫി എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ലിത്തോഗ്രാഫി എന്നാൽ ലോഹങ്ങളിലും കല്ലുകളിലും ഡിസൈനുകൾ പതിപ്പിച്ച് ഇച്ച് ചെയ്തെടുക്കുന്ന രീതിയാണ്. ഫോട്ടോ എന്നാൽ പ്രകാശം അഥവാ ലൈറ്റ്. അപ്പോൾ ഫോട്ടോ ലിത്തോഗ്രാഫി എന്നാൽ ലളിതമായി പറഞ്ഞാൽ
പ്രകാശം ഉപയോഗിച്ച് ഡിസൈൻ പതിപ്പിക്കുന്ന വിദ്യ. നമ്മൾ ടീഷർട്ടുകളിലും മറ്റും ചെയ്യുന്ന സ്ക്രീൻ പ്രിൻറ്റിങ് കണ്ടിട്ടില്ലേ? നമുക്കാവശ്യമുള്ള ഡിസൈൻ ഒരു സ്ക്രീനിലാക്കി അതൊരു തുണിക്ക് മുകളിൽ വെച്ച് പെയിൻ്റ് അടിക്കുമ്പോൾ ആ ഡിസൈൻ കൃത്യമായി അവിടെ പതിയും. അല്ലെങ്കിൽ നമ്മളൊരു വലിയ പ്രദേശത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ആലോചിച്ച് നോക്കൂ. ക്യാമറയുടെ ലെൻസ് അങ്ങോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ആ വലിയ കാഴ്ച മുഴുവൻ ക്യാമറയ്ക്കുള്ളിലെ ഒരു ചെറിയ ഫോട്ടോ സെൻസറിലേക്ക് ചുരുങ്ങി പതിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ചിപ്പ് നിർമ്മാണവും. ആദ്യം കോടിക്കണക്കിന് ഘടകങ്ങളുള്ള ഒരു വമ്പൻ ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ മാതൃക കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് ഒരു മാസ്ക് ഉണ്ടാക്കുന്നു. ഈ മാസ്കിലൂടെ ശക്തമായ പ്രകാശകിരണങ്ങൾ കടത്തിവിട്ട് താഴെയുള്ള തിളങ്ങുന്ന ഒരു ചെറിയ സിലിക്കൺ പാളിയിലേക്ക് പതിപ്പിക്കുന്നു. ഈ സിലിക്കൺ പാളിക്ക് മുകളിൽ പ്രകാശത്തോട് പ്രതികരിക്കുന്ന പ്രത്യേക കെമിക്കൽ ഫോട്ടോ റെസിസ്റ്റ് പുരട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രകാശം വന്ന് വീഴുമ്പോൾ ആ വമ്പൻ സർക്യൂട്ടിൻ്റെ ഡിസൈൻ ഒട്ടും തെറ്റാതെ ആ കുഞ്ഞൻ ചിപ്പിലേക്ക് സ്ഥിരമായി അച്ചടിക്കപ്പെടുന്നു, എഴുതി ചേർക്കപ്പെടുന്നു. ഇങ്ങനെയാണ് ഫോട്ടോ ലിത്തോഗ്രാഫിയിലൂടെ മൈക്രോ ചിപ്പുകൾ ഉണ്ടാക്കുന്നത്. ഇത്രയുള്ളോ ഈ സംഗതി എന്ന് തോന്നുന്നു? അല്ല കൂട്ടുകാരെ, അതാണ് സയൻസിൻ്റെ ഭംഗി. സയൻസ് പറയുമ്പോൾ എപ്പോഴും വളരെ സിമ്പിളാണ്. എന്നാൽ അതിൻ്റെ ടെക്നോളജി ഉണ്ടല്ലോ, അത് മനുഷ്യൻ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒന്നാണ്. ഇപ്പോഴുയരുന്ന ചോദ്യം, നമുക്ക് ചുറ്റുമുള്ള സാധാരണ വെളിച്ചം ഉപയോഗിച്ച് എന്തുകൊണ്ട് ഈ ചിപ്പുകൾ ഉണ്ടാക്കിക്കൂടാ? ലളിതമായി പറഞ്ഞാൽ, നമുക്കൊരു വലിയ ഭിത്തിയിൽ പെയിൻ്റ് അടിക്കണമെങ്കിൽ വലിയ ബ്രഷ് വേണം. ഒരു ചെറിയ കസേരയ്ക്ക് ചെറിയ ബ്രഷ് മതി. ഒരു പേപ്പറിൽ വരയ്ക്കാൻ അതിലും ചെറിയ ബ്രഷ് വേണം. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ സൂചിയുടെ തുമ്പിൽ പെയിൻ്റ് അടിക്കണമെങ്കിലോ തീരെ ചെറിയ ബ്രഷ് വേണം. ഫോട്ടോ ലിത്തോഗ്രാഫിയിലെ നമ്മുടെ ബ്രഷ് എന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രകാശമാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ചിപ്പിലെ ഘടകങ്ങൾക്ക് നമ്മുടെ ഒരു തലമുടി നാരിൻ്റെ 100 വലിപ്പം പോലുമില്ല. അത്രയും മൈക്രോസ്കോപ്പിക്കായ ഡിസൈനുകൾ വരച്ചുണ്ടാക്കണമെങ്കിൽ അത്രയും വലിപ്പം കുറഞ്ഞ ചെറിയ വേവ് ലെങ്തുള്ള പ്രകാശം തന്നെ വേണം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സാധാരണ പ്രകാശത്തിൻ്റെ വേവ് ലെങ്ത് 380 മുതൽ 700 നാനോമീറ്റർ വരെയാണ്. 1 നാനോമീറ്റർ എന്നാൽ എത്ര ചെറുതാണെന്നറിയാമോ? 1 മീറ്ററിൻ്റെ 100 കോടിയിലൊന്ന്. എന്നാൽ ഇന്നത്തെ മൈക്രോ ചിപ്പുകളുടെ ഘടകങ്ങളുടെ വലിപ്പമോ 100 നാനോമീറ്ററിൽ താഴെയാണ്. അതുകൊണ്ട് ഈ സാധാരണ വെളിച്ചം കൊണ്ട് ചിപ്പുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ആ ബ്രഷ് വലുതാണ്. വലിയ ബ്രഷ് കൊണ്ട് ചെറിയ പാർട്ടിൽ പെയിൻ്റ് അടിക്കാൻ കഴിയില്ല. എന്നതുപോലെ 380 നാനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് 100 നാനോമീറ്ററിന് താഴെയുള്ള ആ ഒരു പ്രൊജക്ഷൻ പറ്റുമോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭിത്തിയിൽ പെയിൻറ് ചെയ്യുന്ന വലിയ ബ്രഷ് കൊണ്ട് ഒരു സൂചിത്തുമ്പിൽ വരയ്ക്കാൻ നോക്കുന്നത് പോലെയാകും അത്. അപ്പോൾ ശാസ്ത്രജ്ഞർ അടുത്ത വഴി നോക്കി. അൾട്രാ വയലറ്റ് കിരണങ്ങൾ, സാധാരണ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ വേവ് ലെങ്ത് 200 മുതൽ 400 നാനോമീറ്റർ വരെയാണ്. കൂടുതൽ ഘടകങ്ങൾ ചിപ്പിലേക്ക് ഒതുക്കാൻ ഇതുകൊണ്ടും പൂർണ്ണമായി പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് അവർ DUV അഥവാ ഡീപ്പ് അൾട്രാ വയലറ്റ് കിരണങ്ങളിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ തരംഗദൈർഘ്യം വേവ് ലെങ്ത് 100 മുതൽ 300 നാനോമീറ്റർ വരെയാണ്. ഈ DUV സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന അത്യാവശ്യം നല്ല മിക്ക മൈക്രോ ചിപ്പുകളും നിർമ്മിക്കുന്നത്. ഒരു DUV ലിത്തോഗ്രാഫി സോഴ്സിൽ ഈ റേഞ്ചിലുള്ള അൾട്രാ വയലറ്റ് ലേസറുകളാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ലേസർ എന്നത് വലിയൊരു വിഷയമാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമ്മൾ മുൻപ് വളരെ ഡീറ്റെയിൽഡായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള DUV ലേസർ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോട്ടോ മാസ്കിലൂടെ കടത്തിവിടുമ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൻ രൂപം പിന്നിലുള്ള സിലിക്കൺ വേഫറിൽ പതിയുകയും അവിടെ സ്ഥിരമായി രേഖപ്പെടുത്തുകയും ചെയ്യും. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നുമെങ്കിലും അൾട്രാ വയലറ്റ് സോഴ്സുകൾ, അവയെ കൃത്യമായി ഫോക്കസ് ചെയ്യാനുള്ള വമ്പൻ ലെൻസുകൾ, റിഫ്ലക്ടറുകൾ തുടങ്ങി ആയിരക്കണക്കിന് ഘടകങ്ങൾ ചേർന്ന അത്യന്തം സങ്കീർണമായ സാങ്കേതികവിദ്യയാണിത്. എന്നാൽ കൂട്ടുകാരെ, ഇവൻ്റെയൊക്കെ വല്യപ്പനായിട്ട് വരുന്ന ഒരു വിപ്ലവകരമായ ടെക്നോളജിയുണ്ട്. അതാണ് EUV അഥവാ എക്സ്ട്രീം അൾട്രാ വയലറ്റ് ലിത്തോഗ്രാഫി. ഇവനൊരു ഒന്നൊന്നര ഐറ്റമാണ് കേട്ടോ. നോക്കൂ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഓരോ ദിവസവും ഏറി വരികയാണ്. ഒരു 25 വർഷങ്ങൾക്ക് മുമ്പുള്ള മൊബൈൽ ഫോണുകൾ ഓർമ്മയുണ്ടോ? എത്ര വലുതായിരുന്നു അത്! അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു? ഫോൺ വിളിക്കാം, മെസ്സേജ് അയക്കാം, പരമാവധി പോയാൽ ആ പഴയ പാമ്പ് ആപ്പിൾ തിന്നുന്ന ഗെയിം കളിക്കാം, കഴിഞ്ഞു.
എന്നാൽ ഈ കാൽ നൂറ്റാണ്ടിനിടയിൽ മൊബൈൽ ഫോണുകൾ എങ്ങനെയൊക്കെയാണ് മാറിയത്. ഇന്ന് ഫോൺ കൊണ്ട് എന്ത് സാധിക്കുമെന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്, എന്ത് സാധിക്കില്ല എന്നാണ്. ഈ മാറ്റങ്ങൾ വന്നപ്പോഴൊക്കെ ഫോണിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വന്നു. എന്നാൽ അതിൻ്റെ കഴിവുകളാകട്ടെ 100 കണക്കിന് ഇരട്ടിയാണ് കൂടിയത്. അതായത് ഫോണിൻ്റെ ഉള്ളിലെ പ്രോസസ്സർ ചിപ്പുകളുടെ കപ്പാസിറ്റി അത്രയധികം കൂടി. ഒരു ചെറിയ ചിപ്പിനുള്ളിൽ കൊള്ളിക്കാവുന്ന ഘടകങ്ങൾ 10,000 കണക്കിന് ഇരട്ടിയായി വർദ്ധിച്ചു. അതിനർത്ഥം ആ കമ്പോണൻറ്റുകൾ വീണ്ടും വീണ്ടും അത്രത്തോളം ചെറുതായി എന്നാണ്. കമ്പോണൻറ്റുകൾ ചെറുതാകുമ്പോൾ അതുണ്ടാക്കുന്ന ലിത്തോഗ്രാഫി മെഷീനിലെ പ്രകാശത്തിൻ്റെ വേവ് ലെങ്തും കുറയണമല്ലോ. അതായത് പെയിൻ്റ് അടിക്കേണ്ട ഭാഗത്തിൻ്റെ വലിപ്പം കുറയും തോറും ആ ബ്രഷിൻ്റെ വലിപ്പവും കുറയണം. അങ്ങനെയാണ് നമ്മൾ ഡീപ്പ് അൾട്രാ വയലറ്റ് DUV എന്നും എക്സ്ട്രീം അൾട്രാ വയലറ്റ് അഥവാ EUV എന്നതിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്നത്. DUVയിൽ നമ്മൾ 100 മുതൽ 200 വരെ നാനോമീറ്റർ റേഞ്ചിലാണ് ലിത്തോഗ്രാഫി നടത്തിയിരിക്കുന്നതെങ്കിൽ EUVയിൽ അത് വെറും 3 മുതൽ 20 നാനോമീറ്റർ വരെയാണ്. DUV കൊണ്ട് 28 നാനോമീറ്ററിന് മുകളിലുള്ള ചിപ്പുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന സ്ഥാനത്ത് EUV വന്നതോടെ 5 നാനോമീറ്ററോ അതിലും താഴെയോ ഉള്ള സൂപ്പർ ചിപ്പുകൾ സാധ്യമായി. ഇന്ന് ആപ്പിളും ഇൻ്റലും എൻവിഡിയയുമൊക്കെ തങ്ങളുടെ ഏറ്റവും പ്രീമിയം ഡിവൈസുകളിൽ ഉപയോഗിക്കുന്നത് ഈ റേഞ്ചിലുള്ള ചിപ്പുകളാണ്. പക്ഷേ ഇവിടെയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ്. DUV ലേസറുകൾ ഉണ്ടാക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല EUV ലേസറുകൾ നിർമ്മിക്കുന്നത്. അതൊരു കടുങ്കൈ തന്നെയാണ്. കാരണം ഈ EUV പ്രകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് വായുവിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. സഞ്ചരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ വായു അതിനെ അങ്ങ് അലിയിച്ച് കളയും, അബ്സോർബ് ചെയ്യും. പോരാത്തതിന് ഇതിനെ ഒരു സാധാരണ ഗ്ലാസ് ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്യാനും കഴിയില്ല. ലെൻസിൻ്റെ ഗ്ലാസ് ആ പ്രകാശത്തെ മുഴുവനായി വിഴുങ്ങിക്കളയും. വായുവും ലെൻസും പാടില്ലെങ്കിൽ പിന്നെ ഈ പ്രകാശം എങ്ങനെ ചിപ്പിലേക്ക് ഫോക്കസ് ചെയ്യും? ഈ ഭ്രാന്തൻ പ്രതിസന്ധികളെ മനുഷ്യൻ എങ്ങനെയാണ് മറികടന്നത്? നേരിട്ടുണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ ഈ EUV പ്രകാശം നിർമ്മിച്ചെടുക്കുന്നത്? അവിടെയാണ് ആ അത്ഭുതകരമായ സാങ്കേതിക വിദ്യ ഉള്ളത്. ഈ മെഷീനിനുള്ളിൽ ഉരുകിയ ടിൻ അഥവാ വെളുത്തീയം, ആ ടിൻ തുള്ളികളിലേക്ക് അതിശക്തമായ ഒരു ലേസർ പതിപ്പിക്കുന്നു. അപ്പോൾ ആ ടിൻ ഡ്രോപ്പ് വീണ്ടും ഉരുകി ഗ്യാസാകും. തൊട്ടടുത്ത നിമിഷം അത് പ്ലാസ്മ അവസ്ഥയിലേക്ക് മാറും. ഈ ടിൻ പ്ലാസ്മയിലേക്ക് വീണ്ടും രണ്ടാമതും ലേസർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ 3 മുതൽ 20 നാനോമീറ്റർ വരെയുള്ള തീവ്രമായ EUV എക്സ്ട്രീം അൾട്രാവയലറ്റ് പ്രകാശം ജനിക്കുന്നത്. ഒരു സെക്കൻഡിൽ 50,000 ടിൻ ഡ്രോപ്പുകളാണ് ഇങ്ങനെ പ്ലാസ്മയാക്കി മാറ്റി അതിൽ നിന്നും തുടർച്ചയായി EUV ഉണ്ടാക്കുന്നത്. പക്ഷേ പ്രതിബന്ധങ്ങൾ അവിടെയും തീർന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വായു ഈ പ്രകാശത്തെ വിഴുങ്ങിക്കളയും. അതുകൊണ്ട് ഈ വലിയ സംവിധാനം പൂർണ്ണമായും വായു ഒഴിവാക്കിയ ഒരു സൂപ്പർ വാക്വം ചേമ്പറിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വായുവിൻ്റെ ഒരൊറ്റ തരി പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല. അടുത്ത പ്രശ്നം ഇതിനെ എങ്ങനെ ഫോക്കസ് ചെയ്യും എന്നതാണ്. ഗ്ലാസ് ലെൻസുകൾ ഇതിനെ അബ്സോർബ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇവിടെ ലെൻസുകൾക്ക് പകരം ഉപയോഗിക്കുന്നത് വളരെ പ്രത്യേകമായി നിർമ്മിച്ച മിററുകളാണ്, കണ്ണാടികളാണ്. അനേകം മിററുകളിൽ തട്ടിച്ച് റിഫ്ലക്റ്റ് ചെയ്താണ് EUV പ്രകാശത്തെ ഫോക്കസ് ചെയ്യിക്കുന്നത്. ഈ മിററുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ണാടിയല്ല കേട്ടോ. മനുഷ്യൻ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മിനുസമുള്ള ആ ഒരു സർഫസാണ് അതിൻ്റേത്. ഇതിൻ്റെ മിനുസം എത്രത്തോളമാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടിയേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് മിനുസമുള്ളത്. ജർമ്മനിയിലെ സെയ്സ് എന്ന ഒരൊറ്റ കമ്പനിക്ക് മാത്രമേ ഈ മിററുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഉള്ളൂ. ഇതിലെ ഒരൊറ്റ മിററിൻ്റെ മാത്രം വില എത്രയാണെന്നറിയാമോ? $70 മില്യൺ. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 60 കോടി രൂപ. ഒരു മിററിൻ്റെ വിലയാണ് കേട്ടോ. അങ്ങനെ കുറേ മിററുകൾ അതിൻ്റെ അകത്തുണ്ട്. അതിശക്തമായ ലേസർ നിരന്തരമായി ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ മെഷീൻ ഭയങ്കരമായിട്ട് ചൂടാകും. ഇതിനെ തണുപ്പിക്കാൻ മാത്രം ഒരു മിനിറ്റിൽ 1600 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഇതെല്ലാം ഒത്തുചേർന്ന ഒരൊറ്റ EUV മെഷീൻ്റെ വില മാത്രം ഏകദേശം 3500 കോടി രൂപയാണ്. ഇതൊരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രം 4 ഭീമൻ ബോയിങ് വിമാനങ്ങൾ വേണ്ടിവരും.
ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അത്യാധുനിക സാറ്റലൈറ്റുകളിൽ, മൊബൈൽ ഫോണുകളിൽ, വലിയ ഡേറ്റാ സെൻ്ററുകളിലൊക്കെ പ്രവർത്തിക്കുന്ന 13 നാനോമീറ്റർ വരെയുള്ള സൂപ്പർ ചിപ്പുകൾ നിർമ്മിക്കുന്നത് ഈ മെഷീൻ ഉപയോഗിച്ചാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ഞെട്ടൽ എന്താണെന്നറിയാമോ? ഈ ചിപ്പുകൾ ഉണ്ടാക്കുന്ന EUV മെഷീൻ നിർമ്മിക്കുന്ന ഒരേയൊരു കമ്പനിയെ ഈ ഭൂമിയിലുള്ളൂ. അതാണ് നെതർലാൻഡ്സിലെ ASML. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള DUV മെഷീനുകൾ കാനോനും നിക്കോണും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാകും. എന്നാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന അത്യാധുനിക EUV ചിപ്പുകളുടെ കാര്യത്തിൽ ഒരൊറ്റ രാജാവ് മാത്രമേ ഉള്ളൂ. അത് ASML മാത്രമാണ്. DUV ചിപ്പുകളുടെ വിപണിയിലും അവർ തന്നെയാണ് ഏറ്റവും മുന്നിൽ. അതായത് കൂട്ടുകാരെ, ഈ ഒരു കമ്പനിക്ക് അഥവാ ASMLന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്ത് വിമാനങ്ങൾ പറക്കില്ല, വാഹനങ്ങൾ ഓടില്ല, ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കില്ല, നിങ്ങളുടെ കയ്യിലെ ഫോണും ഇൻ്റർനെറ്റും ഒന്നും ഉണ്ടാകില്ല. അക്ഷരാർത്ഥത്തിൽ ഈ ആധുനിക ലോകം ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുട്ടിലായി പോകും. ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ ഈ കരാറിനെ ഒരു സാധാരണ ഇൻഡസ്ട്രിയൽ ഡീൽ അല്ല എന്ന് വിളിച്ചതെന്ന്. അമേരിക്കയും തൈവാനും നെതർലാൻഡ്സും മാത്രം കുത്തകയാക്കി വച്ചിരിക്കുന്ന ഈ അത്ഭുത ടെക്നോളജി, ലിത്തോഗ്രാഫി സാങ്കേതിക വിദ്യയാണ് ഡച്ച് കമ്പനിയായ ASML ടാറ്റ ഇലക്ട്രോണിക്സിലൂടെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ഗുജറാത്തിലെ ധൊളേരിയിൽ ഉയരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ വമ്പൻ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റിന് ആവശ്യമായ ഏറ്റവും നിർണായകമായ സാങ്കേതിക പിന്തുണ നൽകാൻ പോകുന്നത് ഇതേ ASML ആണ്. ഈ ഒരൊറ്റ കരാറിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകത്തിൻ്റെ ചിപ്പ് ഭൂപടം തന്നെ മാറ്റിമറിക്കാനാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്? ഒന്നാമതായി ജിയോ പൊളിറ്റിക്സ്. ഇന്ന് ലോകത്തിലെ 90% അത്യാധുനിക ചിപ്പുകളും നിർമ്മിക്കുന്നത് തൈവാനിലെ TSMC എന്ന ഒരൊറ്റ കമ്പനിയാണ്. ചൈന തൈവാനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ലോകം മുഴുവൻ ഭയക്കുന്നതും അതുകൊണ്ടാണ്. അവിടെയാണ് തൈവാന് ബദലായി ലോകത്തിന് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരേയൊരു മഹാശക്തിയായി ഇന്ത്യ മാറാൻ പോകുന്നത്. രണ്ടാമതായി സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കാറുകൾ, മൊബൈലുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, പ്രതിരോധ ആയുധങ്ങൾ എന്നിവയ്ക്കുള്ള ചിപ്പുകൾക്കായി കോടിക്കണക്കിന് ഡോളർ നൽകി മറ്റ് രാജ്യങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇവ നിർമ്മിക്കാൻ തുടങ്ങുന്നതോടെ ആ പണമെല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ അവശേഷിക്കും. മൂന്നാമതായി തൊഴിലവസരങ്ങളാണ്. ചിപ്പ് നിർമ്മാണം എന്നാൽ കേവലം ഒരു ഫാക്ടറി മാത്രമല്ല, അതിനു ചുറ്റും ഒരു വലിയ എക്കോസിസ്റ്റം വളർന്നു വരും. വരും വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കൾക്ക് ഈ മേഖലയിൽ ഉയർന്ന ശമ്പളമുള്ള ഹൈടെക് ജോലികൾ ലഭിക്കാൻ പോവുകയാണ്. ഡിജിറ്റൽ വിപ്ലവത്തിലും മൊബൈൽ ഫോൺ ഉപയോഗത്തിലും ലോകത്തൊന്നാമതെത്തിയ ഇന്ത്യ ഇനി ആ ഫോണുകളുടെയും സാങ്കേതിക വിദ്യയുടെയും ഉള്ളിലിരിക്കുന്ന ഹൃദയം സ്വന്തമായി നിർമ്മിക്കാൻ പോവുകയാണ്. ഒരു കാലത്ത് മണൽ കയറ്റി അയച്ചിരുന്ന ഭാരതം ഇനി അതേ മണൽത്തരികളിൽ നിന്ന് ലോകത്തെ വിറപ്പിക്കുന്ന മൈക്രോ ചിപ്പുകൾ നിർമ്മിച്ച് ചരിത്രം തിരുത്തിക്കുറിക്കും. ന്യൂ ഓയിൽ എന്ന് വിശേഷിപ്പിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിൽ ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തുന്ന ആ കാഴ്ചയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു ചരിത്രപരമായ മുന്നേറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.